السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد. അബ്ബാസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു: ഇന്നി അഅലമു അന്നക ഹജറുൻ മാ തൻഫഉ വലാ തദുറു. തീർച്ചയായും എനിക്കറിയാം, നീ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒരു കല്ലാണ് എന്നെനിക്കറിയാം. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുകി മാ ഖബ്ബൽതുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് ആയ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലിനെ നോക്കി പറയുന്നുണ്ട് എന്ന് റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും അവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും നന്മയിലും തഖ്വയിലുമൊക്കെ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഉദ്ഉ ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിലേക്ക് നീ മറ്റുള്ള ആളുകളെ ക്ഷണിക്കണം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ടും ഹിക്മത്ത് കൊണ്ടും മറ്റുള്ള ആളുകളെ അള്ളാഹുവിലേക്ക് നീ ക്ഷണിക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും തഖ്വയിലുമൊക്കെ പരസ്പരം സഹായിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാകണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ സത്യം കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളൊഴികെ ബാക്കിയുള്ള മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിൽ പറയുന്നുണ്ട്. ഉഖബത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി: മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു നന്മ കേട്ടിട്ട് അത് സ്വന്തമായി പ്രവർത്തിക്കുന്നതിലുപരിയായി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അയാൾക്ക് ആ നന്മ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ അറിയിച്ചു കൊടുക്കപ്പെട്ട ആൾ അമൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ അതിന് പ്രതിഫലം ലഭിക്കുന്നത് അതുപോലെയുള്ള പ്രതിഫലം അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കുന്നതാണ്. റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ, ചിലപ്പോൾ ഈ നന്മ അറിയുന്ന നമുക്ക് ഒരുപക്ഷെ അത്രത്തോളം അതിൽ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അറിയിച്ചു കൊടുക്കുന്ന ആൾ അതിൽ കൃത്യനിഷ്ഠത പുലർത്തുകയും അയാൾ വേറൊരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അത് നമുക്ക് നിന്നുപോകാത്ത നന്മകളായി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഹദീസിൻ്റെ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൈബറിൻ്റെ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഒരുപാട് ദിവസം അവർ കോട്ട ഉപരോധിച്ചു, എന്നിട്ടൊന്നും ഖൈബറിൻ്റെ ആ ശക്തിയുള്ള കോട്ട മുസ്ലിങ്ങൾക്ക് കീഴടക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഉപരോധത്തിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം അവസാനിക്കാനിരിക്കെ ഇങ്ങനെ പറയുകയുണ്ടായി: ലൗ അത്തിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി. നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ ഞാൻ ഈ മുസ്ലിം സൈന്യത്തിൻ്റെ പതാക അത് മറ്റൊരാളെ ഏൽപ്പിക്കും. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ നമുക്ക് വിജയം നൽകും. യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത്. യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, തിരിച്ച് അള്ളാഹുവും റസൂലും ആ വ്യക്തിയെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് നാളെ ഈ സൈന്യത്തിൻ്റെ പതാക ഞാൻ കൈമാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഫബാതന്നാസു യദൂഖൂന ലൈലതഹും അയ്യുഹും യുഅതാഹ, നമ്മളിൽ ആർക്കായിരിക്കും അത് ലഭിക്കുക എന്ന് അത് ചിന്തിച്ചുകൊണ്ട് അത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് സ്വഹാബികൾ ആ രാത്രി തള്ളി നീക്കുകയുണ്ടായി.
ഫലമ്മ അസ്ബഹന്നാസു ഗദൗ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എല്ലാവരും നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി. കുല്ലുഹും യർജു അൻ യുഅതാഹ, അവരിൽ ഓരോരുത്തരും അത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങളോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ് ഹുവ യശ്തകി ഐനൈഹി, അദ്ദേഹത്തിന് കണ്ണസുഖം പിടിപെട്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ചെങ്കണ്ണ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുകയാണ് എന്ന് നബി തങ്ങളോട് അറിയിക്കുകയുണ്ടായി. ഫർസിലു ഇലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിലേക്ക് ആളെ അയക്കുകയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയും ചെയ്തു. ഫബസഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഐനൈഹി വദഅ ലഹു, നബി തങ്ങളുടെ പരിശുദ്ധമായ തുപ്പുനീരുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുരട്ടുകയും അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. ഫബറഅ ഹത്താ കഅല്ലം യകും ബിഹി വജഉൻ, യാതൊരു വേദനയുമില്ലാത്ത തരത്തിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ആ ബുദ്ധിമുട്ട് മാറുകയുണ്ടായി. ഫഅഅതാഹു റായ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതാക അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഉഖാതിലുഹും ഹത്താ യകൂനു മിസ്ലന, അവർ നമ്മളെപ്പോലെ ആകുന്നത് വരെയാണോ ഞാൻ അവരോട് യുദ്ധം ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉൻഫുദ് അലാ റിസ്ലിക ഹത്താ തൻസില ബിസാഹതിഹിം, അവരുടെ അടുത്തേക്ക് പോവുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് ഉദ്ഉഹും ഇലൽ ഇസ്ലാം, നേരിട്ട് പോയി യുദ്ധം ചെയ്യുകയല്ല, മറിച്ച് ആദ്യം അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി തആല, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹുവിനോട് എന്തൊക്കെ ബാധ്യതകളുണ്ടെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണം. ഫവല്ലാഹി ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം, അറബിയിലെന്ന് വളരെയധികം വിലപിടിപ്പുള്ള ഒരു ആളുടെ ആഠ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ സമ്പത്തിനെ കണക്കാക്കിയിരുന്നത് അന്നത്തെ വലിയ സമ്പത്തായിരുന്ന ഒട്ടകങ്ങളെ അല്ലെങ്കിൽ ആടുമാടുകളെയൊക്കെ നോക്കിയിട്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും വില കൂടിയതായിരുന്നു ചുവന്ന ഒട്ടകങ്ങൾ. അത് നിനക്ക്, അങ്ങനെയുള്ള ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് കിട്ടുന്നതിനേക്കാളുമൊക്കെ എത്രയോ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കാരണമായിട്ട് ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് ആദ്യം ഹിദായത്തിലാക്കാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കണം, അതിനുശേഷമാണ് നീ അവരോട് യുദ്ധം ചെയ്യേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തൻ്റെ സ്വന്തത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്വന്തം സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഇഷ്ടമുണ്ടാവുകയും ചെയ്യുന്നത് പോലെ അത് നിങ്ങളുടെ സഹോദരനും ആ അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവണം, അവനും അതിനെക്കുറിച്ച് അറിയണം എന്ന രൂപത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ഈ ഹദീസിലൂടെ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വന്തമായി അമലുകൾ ചെയ്യാനും ആ അമലുകൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അവരെ അതിലേക്ക് ക്ഷണിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ അമലുകളെ പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.